അത്യന്തം മികവാർന്ന ഒരു ചടങ്ങിൽ ശ്രീജേഷിന് സ്നേഹപൂർവ്വം ഇത് നാമകരണം ചെയ്തിട്ടുള്ള ഈ സായാഹ്ന കൂട്ടായ്മയ്ക്ക് നമ്മളിവിടെ ഒത്തു ചേർന്നിരിക്കുക. പ്രസംഗം എന്നത് ചില സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അസൂയാവഹമായ നല്ല പ്രസംഗം നടത്തുന്നവർ സിനിമക്കാരാണ്. സിനിമ അവാർഡുകളിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. 3 വാചകത്തിൽ അവരാ പ്രസംഗം അവസാനിപ്പിച്ചു പോകും. തീരെ പ്രസംഗിക്കാൻ പാടില്ലാത്ത സ്ഥലം ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഗാലറിക്ക് ടിക്കറ്റ് എടുത്ത് വന്നവരോട് പ്രസംഗിച്ചാൽ അവർ നമ്മളെ കൂവി ഇരുത്തും എന്നുള്ളത് അനുഭവത്തിലൂടെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. മൂന്നാമത്തേത് രാഷ്ട്രീയ പൊതുപ്രവർത്തകരാണ് ഞങ്ങളെല്ലാം. മണിക്കൂറുകൾ കണക്കിന് പ്രസംഗിച്ച് നല്ല ശീലമുള്ളവരും അത് നന്നായിട്ട് നിർവഹിക്കുന്നവരുമാണ്. ഇപ്പം എങ്ങനെയാണ് ഒരു ആമുഖ പ്രസംഗം നടത്തുക എന്നുള്ളത് ഞാൻ കുറേ നേരം ആലോചിച്ചു. പക്ഷേ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത, ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഞാൻ ഈ ഒളിമ്പിക്സിലേക്ക് നോക്കിയപ്പോൾ 70,000 ആൾ മാത്രം താമസിക്കുന്ന ഒരു രാഷ്ട്രത്തിന് സ്വർണ്ണ മെഡൽ കിട്ടി. ആ നാട്ടിലെ ജനസംഖ്യ 70,000 പേരിൽ നിന്ന് ഒരു സ്വർണ്ണ മെഡലുകാരൻ. ഈ മരട് മുനിസിപ്പാലിറ്റിയിൽ 70,000-ത്തിലധികം ജനസംഖ്യ ഉണ്ടോ? അപ്പോൾ 70,000 പേരിൽ നിന്ന് ഒരു സ്വർണ്ണ മെഡൽ കിട്ടി. ആ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. 140 കോടി. നമ്മുടെ അഭിമാനകരമായ നേട്ടം ഒരു സ്വർണ്ണ മെഡലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്വർണ്ണ മെഡൽ പോലും കിട്ടാതെ പോയ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ കരുത്തുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് അമാനുഷിക പ്രതിഭ എന്നുമാണ്. അതോടൊപ്പം ചോരാത്ത കൈകളുള്ള ആൾ എന്നാണ്. അപ്പോൾ അമാനുഷിക പ്രതിഭയായ ചോരാത്ത കൈകളുള്ള ശ്രീജേഷ് ഉള്ളത് കൊണ്ടാണ് ഈ മെഡൽ നമുക്ക് കിട്ടിയത്. ആ വെങ്കല മെഡൽ നമുക്ക് കിട്ടി എന്നത് വലിയ കാര്യമാണ്. ഇത് ഒളിമ്പിക്സിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യൻ ഒളിമ്പിക്സിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരാൾക്കും ഒരു മെഡലും കിട്ടാതെ അവസാനം നമ്മൾ ആ ലിയാണ്ടർ പായസ് ഒരു മെഡൽ വാങ്ങിയ ദിവസം എൻ്റെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ ഇന്ത്യക്കാരുടെ മുഴുവൻ ആശ്വാസം. അപ്പോൾ ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു സംവിധാനമാണ്. ഞാനതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 1896 മുതൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ ഒളിമ്പിക്സ് ഇങ്ങനെ പോവുകയാണ്. വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ ഇടമാണ്, മനുഷ്യ മുന്നേറ്റത്തിൻ്റെ ഇടമാണത്. 1936 ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലൂടെ ജെസ്സി ഓവൻസ് എന്ന് പറയുന്ന കറുത്ത മനുഷ്യൻ ഓടിയും ചാടിയും നടക്കുകയുണ്ടായി. അന്ന് തൻ്റെ ആര്യമേധാവിത്വത്തിൻ്റെ കരുത്ത് കാണിച്ച ഹിറ്റ്ലറുടെ മുന്നിൽ കൈ കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 3 വ്യക്തിഗത മെഡലും ഒരു റിലേ മെഡലും നേടിയ ജെസ്സി ഓവൻസ് പ്രശസ്തനായത്. ലോക നന്മയാണ് ആ കറുത്ത മനുഷ്യൻ ഉയർത്തിപ്പിടിച്ചത്. എന്നാൽ അവിടെ നിന്ന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. റാൻകിൻസ് ലോങ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ മനുഷ്യൻ വെളുത്തവരെ പ്രതിനിധീകരിച്ച് ജെസ്സി ഓവൻസിൻ്റെ എതിരായിട്ട് ലോങ് ജമ്പ് ചാടിയ ആളാണ്. പക്ഷേ ലോങ്ങും ജെസ്സി ഓവൻസും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് തലമുറകൾ നീണ്ട സൗഹൃദമായിരുന്നു. നാസി പടയാളികൾക്ക് വേണ്ടി പടവെട്ടി ലോങ് മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൽക്കാല തലമുറ ജെസ്സി ഓവൻസിൻ്റെ തലമുറയുമായി, ആ കറുത്തവൻ്റെ തലമുറയുമായി വെളുത്തവൻ്റെ സൗഹൃദം തലമുറകളോളം കാത്തു സൂക്ഷിച്ചു എന്നാണ് സ്പോർട്സ് ലേഖകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, കരുത്തിൻ്റെ ഏറ്റവും വലിയൊരിടമാണ് ഒളിമ്പിക്സ്. ആ മനുഷ്യനന്മ ഉയർത്തിപ്പിടിച്ച ഒളിമ്പിക്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ വരവും ചെലവൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തു. ഇന്ത്യയും ഞാനീ പറഞ്ഞ പരിമിതി ഉണ്ടെങ്കിലും സ്വർണ്ണ മെഡലില്ലെങ്കിലും നമുക്ക് ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലും കിട്ടുകയുണ്ടായി. അപ്പോഴും ഒരു സൗഹൃദം നമ്മൾ കണ്ടു. ഇന്ത്യയും പാകിസ്ഥാനൊക്കെ തമ്മിൽ നല്ല സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ തർക്കം ഉണ്ടാവാറ്. പക്ഷേ നമ്മളെ നീരജ് ചോപ്രയെ എറിഞ്ഞു തോൽപ്പിച്ച പാകിസ്ഥാനിലെ ആ പ്രതിഭാശാലിയെ നീരജ് ചോപ്രയുടെ അമ്മ അഭിനന്ദിക്കുന്നത് ഞാൻ ഈ ദിവസം കാണുകയുണ്ടായി. അതാണ് സ്പോർട്സ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ കളങ്കവും
കഴുകാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് കൈരളി മനുഷ്യ നന്മയുടെ പക്ഷത്തിൽ നിൽക്കുന്ന, എല്ലാ മനസ്സിൻ്റെയും പരിമിതികളെ ഉല്ലംഘിക്കാൻ സഹായിക്കുന്ന, അതിൻ്റെ കറുത്ത ഭാഗത്തെ തുടച്ചു നീക്കി നന്മയുടെ പ്രകാശം പരത്തുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ വലിയൊരു കായിക മാമാങ്കം കഴിഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് ആ കായിക മാമാങ്കത്തിലെ ഏറ്റവും വലിയ വിജയിയായ മലയാളിയുടെ പ്രതിനിധിയെ ഇവിടെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ചടങ്ങാണിത്. തീർച്ചയായും മനുഷ്യസ്നേഹത്തിൻ്റെ ഔന്നത്യത്തെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കാനും കൂടുതൽ ദൂരങ്ങളിൽ നിന്നും വേഗതകളിൽ നിന്നും കളികളുടെ ചത്തുരങ്ങളിൽ നിന്നും മുന്നേറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന് കണ്ടെത്താനും ശ്രീജേഷിൻ്റെ നല്ല പ്രവർത്തനവും മുൻകൈയും നമുക്കെല്ലാം മാതൃകയാണ്. കൂടുതൽ ഒളിമ്പ്യന്മാർ, കൂടുതൽ വിജയങ്ങൾ, സ്വർണ്ണ മെഡലുകൾ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കാൻ ശ്രീജേഷിൻ്റെ നിശ്ചയദാർഢ്യം ഭാവിയിൽ സഹായിക്കും. അദ്ദേഹത്തെ ബഹുമാനിക്കുക വഴി നാം ലക്ഷ്യമിടുന്നത് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലിലേക്ക് നീങ്ങുന്ന ഒരു പുതിയ തലമുറയെയാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.